The concept of availability or accessibility of variables and functions is termed as their scope and lifetime. അതായത് ഒരു വാരിയബിളിൻ്റെയോ ഒരു ഫംഗ്ഷൻ്റെയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആക്സസിബിലിറ്റി അതിനെങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു, എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു ഇതിനെയാണ്, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മളതിൻ്റെ സ്കോപ്പ് എന്ന് പറയുക. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വാരിയബിൾ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഫംഗ്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി സ്കോപ്പിനെ നമ്മൾ രണ്ട് രീതിക്ക് പറയുന്നുണ്ട്. ഒന്ന് ലോക്കൽ സ്കോപ്പുണ്ട്, രണ്ട് ഗ്ലോബൽ സ്കോപ്പുണ്ട്. ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യനാണ് ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും. അപ്പോൾ ഈ ലോക്കൽ സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്കോപ്പ് എന്താണ് എന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ലോക്കൽ സ്കോപ്പ് നോക്കാം. ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കുറേ വാരിയബിൾസും ഫങ്ഷൻസൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു വാരിയബിളിനെ എടുക്കാം. ഒരു വാരിയബിൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എക്സും വൈയും യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എമ്മും എന്നും ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എക്സും വൈയും സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇരിക്കുന്നുണ്ട്. ആ എക്സിനെയും വൈനെയും നമുക്ക് മെയിനിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ മെയിനിലുള്ള എമ്മും എന്നും നമുക്ക് സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിലും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ എമ്മും എന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എററാണ് വരിക. അതുപോലെ അവിടുത്തെ എക്സും വൈയും ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എററാണ് വരിക. അതിനെയാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആ വാരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സും വൈയും ആണെന്നുണ്ടെങ്കിൽ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ എക്സും വൈയും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എമ്മും എന്നും മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുക. ഒരു വാരിയബിളിൻ്റെ ആണെങ്കിലും ഫംഗ്ഷൻ്റെ ആണെങ്കിലും ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാരിയബിൾസിനെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നു. ഇനി എന്താണ് ഗ്ലോബൽ സ്കോപ്പ്? ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലും വരാത്ത രീതിക്കാണ് നമ്മളൊരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വാരിയബിളിനെ എവിടെ വേണമെങ്കിലും, ആ ഒരു പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലോ പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഫംഗ്ഷനെ ആ വാരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് #IUStream യൂസിങ് STD int main എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ